തുമ്പി ചേച്ചി, കണ്ണൻ ചേട്ടാ, ചേട്ടാ നമ്മുടെ രണ്ടുപേരുടെ പേര് ആരാ വിളിച്ച്? ആ ശരിയാ, നമ്മുടെ രണ്ടുപേരുടെ പേര് ആരാ വിളിച്ച്? ഏതോ കൊച്ചുകുഞ്ഞിന്റെ സൗണ്ട് ആയിട്ട് എനിക്ക് തോന്നിയത്. ആ എനിക്ക് കൊച്ചുകുഞ്ഞിന്റെ സൗണ്ട് ആയിട്ട് തോന്നിയത്. ഇനി കൺമണി മോള് വല്ല ആയിരിക്കോ? ചിലപ്പോ അവളും തന്നെ ആയിരിക്കും. നീ പറഞ്ഞ അവൾക്ക് 1 മാസമല്ലേ ആയുള്ളൂ, പിന്നെ എങ്ങനെ അവള് സംസാരിക്കുന്നേ? എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ബാ, ആരാണ്? ഇവരെല്ലാരും കിടന്ന് ഉറങ്ങുവാ. അപ്പൊ ആരാ നമ്മുടെ രണ്ടുപേരുടെ പേര് വിളിച്ചേ? ആർക്കറിയാ? എനിക്ക് പേടി വരുന്നു കേട്ടോ. ഒന്നാമത് അച്ഛനും ഇല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞിട്ട് വരത്തുള്ളൂ അച്ഛൻ. പേടി വരുന്നു. പിന്നെ അമ്മൂമ്മ ഉള്ളല്ലോ. പിന്നെ എന്തായാലും അച്ഛന് പോകാൻ കണ്ട സമയം. എടി ചിലപ്പോ നമുക്ക് തോന്നിയതായിരിക്കുമോ? എന്തായാലും തോന്നുന്നതല്ലായിരിക്കും ചേട്ടാ. ബാ, നമുക്ക് കിടന്ന് ഉറങ്ങാം. തുമ്പി ചേച്ചി, കണ്ണൻ ചേട്ടാ, പേടി വരുന്നില്ലേ നിനക്ക്? എടി ഞാൻ പേടിച്ചിട്ട് ഇങ്ങനത്തെ സൗണ്ട് ഒക്കെ അറിയാതെ വരുന്നയാ. തുമ്പി ചേച്ചി, കണ്ണൻ ചേട്ടാ, ചേട്ടാ നമുക്ക് ഇവിടെ നിൽക്കുന്ന കിടന്ന് ഉറങ്ങാവാ. തുമ്പി ചേച്ചി, കണ്ണൻ ചേട്ടാ, കഥക തുറക്കാവോ? നീ ആരാ? ഞാനോ? ഞാൻ പുറത്ത് നിൽപ്പുണ്ട്. കഥകം തുറക്കാവോ? അല്ല, നീ ആരോ? തുമ്പി ചേച്ചി, കണ്ണൻ ചേട്ടാ, കഥക തുറക്ക്. നീ ആരാ? കഥക തുറന്നിട്ട് ഞാൻ പറയാ. എടി കഥക തുറക്കണോ? വേണ്ട ചേട്ടാ, കഥക തുറക്കണ്ട. എടി എന്തായാലും തുറന്നു നോക്കാ. ചേട്ടാ വേണ്ട ചേട്ടാ, എനിക്ക് പേടിയാ. കഥക തുറക്ക്, കഥക തുറക്ക്. കേട്ടോ ചേട്ടാ, അത് പ്രേതം വന്നു ദേഷ്യപ്പെടുന്നു. എടുത്തു നമുക്ക് പെട്ടെന്ന് അമ്മ ചെന്ന് വിളിക്കാവാ. അമ്മേ അമ്മേ അമ്മേ, എഴുന്നേക്കമ്മേ. അമ്മേ, എന്താ മക്കളെ? അമ്മ പ്രേതം. പ്രേതം എവിടെ? അമ്മ ഞങ്ങൾ രണ്ടുപേരും കിടന്ന് ഉറങ്ങുമായിരുന്നേ. ആ സമയത്താണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെ പേര് ആരാ വിളിച്ച്? അങ്ങനെ ഞങ്ങളെ വിളിച്ച് ഞാൻ ഓർത്ത് അമ്മയാന്ന് ഓർത്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോ അമ്മ നല്ല ഉറക്കം. അങ്ങനെ ഞങ്ങൾ ഹാളെ കൂടി നടന്നു പോകുമ്പോഴാണെങ്കിലേ തുമ്പി ചേച്ചി, കണ്ണൻ ചേട്ടാ എങ്ങനെ വിളിച്ച് അങ്ങനെ കഥവ് തുറക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ചോദിച്ചു നീ ആരാന്ന് ചോദിച്ചപ്പോ കഥവ് മാത്രം തുറക്കാനാ പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് കഥ തുറക്കാൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നു. മക്കൾ നിങ്ങൾ ചിലപ്പോ സ്വപ്നം കണ്ടതായിരിക്കും ഇതൊക്കെ. അല്ല അമ്മ, സ്വപ്നം കണ്ടതല്ലേ അമ്മ. അമ്മ ഒന്ന് വിശ്വസിക്കമ്മേ. അല്ല മക്കളെ, ഇപ്പൊ വല്ലതും കേൾക്കാനുണ്ടോ? ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ല. അയ്യോ, കൺമണി പോലെ കരയില്ലേ? ഓ, കരച്ചിലൊന്നും നിർത്തിയപ്പോ ഒരു ആശ്വാസമായത്. എന്താണ് ചേട്ടന് തന്നെ നോക്കിയിരിക്കുന്നേ? അല്ല, ഇവിടെ എന്തോ എല്ലാരും പ്രേതോ എന്റെ അമ്മയെ പ്രേതോ. അതാണ് നിങ്ങൾ എല്ലാരും ഇവിടെ വന്നിരിക്കുന്നേ? അതെ അമ്മേ, അത് കാരണം ഞങ്ങൾ എല്ലാരും ഇവിടെ വന്നിരിക്കുന്നേ. ചേട്ടനെ
അങ്ങനെയൊക്കെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുക. അല്ല ഈ പ്രേതം ആരെന്നല്ല മനസ്സിലായോ? ഒന്നും ഇതുവരെ ഒന്നും മനസ്സിലായില്ല. ആ പ്രേതത്തിനെ ആരെങ്കിലും കണ്ടോ? ഇല്ല, ആരും കണ്ടില്ല അമ്മേ. മോള് നീ എന്താണ് പേടിച്ച് കരയുന്നേ? മോള് മേലോട്ട് നോക്കിയാ കരയുന്നേ. എന്താ പറ്റി നന്ദിനി മോള് കരയുന്നേ? അമ്മേ മോളാണ് മേലോട്ട് നോക്കിയിട്ട് പേടിച്ച് കരയുവാ. ചിലപ്പോ പ്രേതമായിരിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രേതത്തിനെ കാണാന്നാ പറയുന്നേ. മിക്കവാറും പ്രേതം മേലെങ്ങാനും കൊണ്ടായിരിക്കും. അതിനെ കണ്ടിട്ടായിരിക്കും മോള് കരയുന്നേ. എന്നാ അതിന് ഞങ്ങൾക്ക് വീടിന് പുറത്ത് പെട്ടെന്ന് ഇറങ്ങാം. വാ. മോൾ ഇപ്പഴും കരഞ്ഞോണ്ടിരിക്കുകയാണോ നന്ദിനി? ആ അതെ അമ്മ, മോൾ ഇപ്പഴും കരഞ്ഞോണ്ടിരിക്കുക. നീ കൺമണി മോളെ ചേട്ടനെ നോക്കിക്കേടി. അമ്മയുടെ കൺമണിക്കുട്ടി, ചേട്ടന്റെ കൺമണിക്കുട്ടി, അമ്മയുടെ ചേട്ടന്റെ ചേച്ചിയുടെ അമ്മൂമ്മയുടെ ചേട്ടന്റെ കൺമണിക്കുട്ടി. ആ അവളുടെ ഒരു ചിരി കണ്ടില്ലേ? ഞാൻ വെച്ചാൽ അവള് കറക്റ്റ് അതുപോലെ തന്നെ വെച്ച്. നീ ചേട്ടൻ അനിയത്തിക്കുട്ടി തന്നെ ആടി. അതിന് മോളെ എന്റെ താ. ഓ അത് വേണ്ടമ്മ, ഞാൻ പിടിച്ചോളാം. നിങ്ങൾ താ തന്നെ, കുറെ നേരമായില്ല മോളെ പിടിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഞാൻ പിടിക്കാം. അമ്മൂമ്മയുടെ സുന്ദരി വാവേ. എന്തുവാടി പറയുന്നേ? നീ ചേട്ടനെ നോക്കിക്കേ. എന്തുവാടി ചേട്ടനെ പോലെ തന്നെ കറക്റ്റ് ചെയ്യുന്നേ? അയ്യോ എന്നെ ആർക്കും വേണ്ടേ, ഞാൻ പോവാ. എടി നീ എവിടെ പോവാ? നിങ്ങൾക്കാർക്കും എന്നെ വേണ്ടല്ലോ, ഞാൻ പോവാ. ആര് പറഞ്ഞത് നിന്നെ വേണ്ടെന്ന്? എന്റെ ആദ്യത്തെ കൺമണിയല്ലേ നീ. ഇങ്ങോട്ട് വാടി തുമ്പി. തൽക്കാലം ഇവരാരും ഒന്നും ചെയ്യണ്ടേ. എന്റെ അച്ഛനും അമ്മ പണ്ട് ഇതുപോലെ അല്ലായിരുന്നു എന്നോടുള്ള സ്നേഹം. അതേപോലെ തന്നെ ആ സ്നേഹം ആ കുഞ്ഞിനോട് കാണിക്കുന്നത്. എന്തായാലും ഞാൻ പോവാ. ഇതിനു മുമ്പ് വരെ എനിക്ക് ഇവരെ ശരിയാക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. പണ്ട് അച്ഛനും അമ്മ ഇതുപോലെ എന്നെ സ്നേഹിച്ചായിരുന്നല്ലോ. ഇത്ര നേരം ഞാൻ വെറുതെ ആ കുഞ്ഞുഞ്ഞിനെ ഇട്ട് പേടിപ്പിച്ചു. ഇനി ഞാൻ എന്തായാലും പോവാ. അതെ, എല്ലാരും കൂടെ മുറ്റത്ത് നിന്നാലേ രാത്രി ബാ, എല്ലാരും അകത്ത് പോവാ. എടി നീ ഉറങ്ങുന്നില്ലേടി? എന്ത്